നമസ്കാരം. കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയത് കേരളം പണം നൽകി ഏൽപ്പിച്ച ഏജൻസിയാണെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സ്റ്റാർട്ടപ്പ് ജനോം എന്ന സ്ഥാപനത്തിന് 2021 മുതൽ 2024 വരെ $48,000 അഥവാ 42 ലക്ഷത്തോളം രൂപ സർക്കാർ നൽകിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ അഭൂതപൂർവമായ വളർച്ചയുണ്ടായെന്ന സ്റ്റാർട്ടപ്പ് ജനോം എന്ന സ്ഥാപനത്തിന്റെ റിപ്പോർട്ട് ഇൻവെസ്റ്റേഴ്സ് മീറ്റിലടക്കം മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് വെച്ചാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വലുതായി എന്ന് പറയുന്നത്. സ്റ്റാർട്ടപ്പ് ജനോം എന്ന സ്ഥാപനത്തിന്റെ ഉപഭോക്താവാണ് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മിഷൻ എന്നും സതീശൻ ആരോപിച്ചു. 2021 $13,500, 2022 $4,500, 2023 $15,000, 2024 $15,000 എന്നിങ്ങനെ ആകെ $48,000 ആണ് സ്റ്റാർട്ടപ്പ് ജനോമിന് കൊടുത്തത്. ഇങ്ങനെ അങ്ങോട്ട് പണം കൊടുത്ത് ആ സ്ഥാപനത്തെ കൊണ്ട് ഉണ്ടാക്കിയതാണ് സ്റ്റാർട്ടപ്പുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ചും വി.ഡി. സതീശൻ പ്രതികരിച്ചു. തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ അവരോട് മാന്യമായി പെരുമാറാനെങ്കിലും പഠിക്കണ്ടേ? ആശാവർക്കർമാരുടെ സമരത്തോട് സർക്കാർ എന്തൊരു അഹങ്കാരമാണ് കാണിക്കുന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന് BJP അനുകൂല നിലപാടാണെന്നും സതീശൻ വിമർശിച്ചു. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എവിടെയാണ് BJPയുമായി വിട്ടുവീഴ്ച ചെയ്തതെന്ന് ചോദിച്ച അദ്ദേഹം CPM തെരഞ്ഞെടുപ്പിന് ശേഷം ലീഗ് വിരുദ്ധ പരാമർശം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു. കേരളത്തിൽ LDFന് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന സർവേ ഫലം തട്ടിപ്പാണ്. ഇത് സംബന്ധിച്ച് AICC നിയമ നടപടിക്ക് ഒരുങ്ങുകയാണെന്നും സതീശൻ പറഞ്ഞു. നേരത്തെ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെ പ്രശംസിച്ചുകൊണ്ട് ശശി തരൂർ ലേഖനം എഴുതിയതോടെയാണ് വിവാദം ഉടലെടുത്തത്. ഇതിനുശേഷം തരൂർ തിരുത്തുമായി രംഗത്ത് വന്നിരുന്നു. സൂക്ഷ്മ ചെറുകിട വ്യവസായ രംഗത്തെ സ്റ്റാർട്ടപ്പുകളിൽ കേരളത്തിന്റെ മുന്നേറ്റം കടലാസിൽ മാത്രം ഒതുങ്ങുന്നതാകരുതെന്നായിരുന്നു തരൂർ പ്രതികരിച്ചത്. കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെക്കുറിച്ചുള്ള കഥകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലെ അല്ല എന്നറിഞ്ഞത് ഞെട്ടിക്കുന്നു. കേരള സർക്കാരിന്റെ അവകാശവാദങ്ങൾ ശരിയായ ലക്ഷ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നത് മാത്രമാണ് ഏക ആശ്വാസം. നമുക്ക് സൂക്ഷ്മ ചെറുകിട സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ആവശ്യമാണ്, അത് കടലാസിൽ മാത്രമാകരുത്. ഇക്കാര്യത്തിൽ കേരളം മുന്നോട്ട് പോകണം എന്നാണ് തരൂർ എക്സിൽ കുറിച്ചത്. 9 വർഷത്തിനിടെ കേരളത്തിൽ 42,000-ലേറെ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങൾ അടച്ചുപൂട്ടിയെന്ന പത്രവാർത്ത പങ്കുവച്ചായിരുന്നു തരൂരിന്റെ കുറിപ്പ്. നേരത്തെ കേരളത്തിലെ വ്യവസായ വികസനത്തെ പ്രശംസിച്ചുള്ള തരൂരിന്റെ ലേഖനം ഏറെ വിവാദമായിരുന്നു. സ്റ്റാർട്ടപ്പ് രംഗത്തെ വളർച്ചയും വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം ഒന്നാമതെത്തിയതും ചൂണ്ടിക്കാട്ടിയുള്ള തരൂരിന്റെ ചേഞ്ചിങ് കേരള ലംബറിംഗ് ജംബോ ടു എ ലൈറ്റ് ടൈഗർ എന്ന ലേഖനമാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. സംരംഭക മുന്നേറ്റത്തിലും സുസ്ഥിര വളർച്ചയിലും കേരളം രാജ്യത്ത് വേറിട്ട മാതൃകയായി നിലകൊള്ളുകയാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നത് ആശ്ചര്യകരമാണെന്നുമായിരുന്നു തരൂരിന്റെ ലേഖനത്തിലുണ്ടായിരുന്നത്. പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടക്കമുള്ള നേതാക്കൾ തരൂരിനെതിരെ രംഗത്തെത്തി. സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തിനെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകി. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ശശി തരൂരിനെ പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്തു. ഇതിന് പിന്നാലെയായിരുന്നു കേരളത്തിലെ സ്റ്റാർട്ടപ്പ് രംഗത്തെക്കുറിച്ചുള്ള തരൂരിന്റെ പുതിയ കുറിപ്പും. അതേസമയം ഇതിന്റെ പേരിലുണ്ടായ വിവാദത്തിന് പിന്നാലെ കോൺഗ്രസിലെ കലഹത്തിന്റെ നാളുകൾ തൽക്കാലം കഴിഞ്ഞുവെന്നും ഹൈക്കമാൻഡ് ഇടപെടലോടെ അണികൾക്ക് വ്യക്തമായിരുന്നു. ഇനിയുള്ള കുറച്ചുകാലം സർക്കാരിനെതിരെ സമരം നയിക്കേണ്ട സമയമായെന്നായിരുന്നു ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ നേതാക്കൾക്ക് നൽകിയ മുന്നറിയിപ്പ്. ഈ ഐക്യ സന്ദേശം തന്നെയായിരുന്നു നേതാക്കളെല്ലാവരും മുന്നോട്ട് വെച്ചത്.